റിലേഷൻസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് കാർട്ടീഷ്യൻ പ്രോഡക്ട്സിനെ കുറിച്ചൊന്ന് പറയാം. നമ്മൾ +1 പഠിച്ചിട്ടുള്ളതാണ്. ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 എ എന്നുള്ളൊരു സെറ്റ് ഉണ്ടെന്നിരിക്കട്ടെ. ഇതേപോലെ തന്നെ ബി ഈസ് ഈക്വൽ ടു വേറൊരു സെറ്റാണ്. ലെറ്റ് സെറ്റ് എ ബി. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് നമ്മൾ പറയുന്നത് എ ക്രോസ് ബിയെ കുറിച്ചാണ്. സോ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1A. നമുക്ക് ആ എ ക്രോസ് ബി ഒന്ന് എഴുതാം. നമ്മളിതെല്ലാം +1 പഠിച്ചതാണ്. 1A 1B 2A 2B 3A 3B. ഇതാണ് നമ്മുടെ എ ക്രോസ് ബി. റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു നൊട്ടേഷനാണ് കൊടുക്കുന്നത്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷത്തെ റിവിഷനാണ്. റിലേഷൻ ഫ്രം എ ടു ബി നമ്മളിങ്ങനെയാണ്, ആർ ഫ്രം എ ടു ബി. നമ്മളിത് വായിക്കുന്നത് റിലേഷൻ ആർ ഫ്രം എ ടു ബി എന്നാണ് വായിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. ശരിക്കും പറഞ്ഞാൽ ഈ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്തുവാ, നമ്മൾ ഏതൊരു റിലേഷൻ എടുത്താലും അത് ആ റിലേഷനിലെ എലമെന്റ്സ് എല്ലാം എവിടുത്തേതേ വരാൻ പാടുള്ളൂ, എ ക്രോസ് ബിയിലേതേ വരാൻ പാടുള്ളൂ. വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ എഴുതുന്ന റിലേഷൻ്റെ ഫസ്റ്റ് എലമെന്റ് എല്ലാം എയിലേതായിരിക്കണം, സെക്കൻഡ് എലമെന്റ് എല്ലാം ബിയിലേതായിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ചുമ്മാ 2-3 എക്സാമ്പിൾ എഴുതാം. R1 ഈസ് ഈക്വൽ ടു സെറ്റ് 1A 2A 3A. കണ്ടില്ലേ, ഇതിലെ ഫസ്റ്റ് എലമെന്റ്സ് എല്ലാം ആദ്യത്തെ സെറ്റിലേതാണ്, സെക്കൻഡ് എലമെന്റ് രണ്ടാമത്തെ സെറ്റിലേതാണ്, ബിയിലേതാണ്. വേറൊരു എക്സാമ്പിൾ R2 ഈസ് ഈക്വൽ ടു സെറ്റ് 1A 2B. ഇതും ഒരു റിലേഷനാണ്. കാരണം ഫസ്റ്റ് എലമെന്റ് എ എന്നുള്ള ആദ്യത്തെ സെറ്റിലേതാണ്, സെക്കൻഡ് എലമെന്റ്സ് എയും ബിയും നമ്മുടെ രണ്ടാമത്തെ സെറ്റിലേതാണ്. കണ്ടോ, അപ്പം ഏതൊരു റിലേഷൻ എടുത്താലും ഫസ്റ്റ് എലമെന്റ്സ് എല്ലാം എയിലേതും സെക്കൻഡ് എലമെന്റ്സ് എല്ലാം ബിയിലേതും ആയിരിക്കണം എന്നാണ് ഇതിന്റെ അർത്ഥം. ഇത് കൂടാതെ ആ ഫസ്റ്റ് എക്സസൈസിൽ വേറൊരു കാര്യം കൂടെ അവർ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണത്, ആർ ഈസ് എ സെറ്റ് ഇൻ എ എന്നൊരു വാക്ക് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇൻ എ എന്നുള്ള ഈ എ എന്നുള്ള വാക്ക് ഞാനൊരു എക്സാമ്പിളാണ്. ചിലപ്പോൾ അത് ഇസഡ് ആവാം, ചിലപ്പോൾ അത് ആർ ആകാം. ഓക്കെ, അപ്പോൾ ഏതായാലും ഫസ്റ്റ് എക്സസൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആർ ഈസ് എ സെറ്റ് ഇൻ എ എന്ന് അവർ ചോദിച്ചിട്ടുണ്ട്, അവർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആർ ഫ്രം എ ടു എ എന്നാണ്. ഇവിടെ നമ്മൾ എ ടു ബി പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ അർത്ഥം ആർ ഫ്രം എ ടു എ എന്നാണ്. എന്ന് വെച്ചാൽ നമ്മുടെ റിലേഷൻ്റെ ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും എവിടുത്തേത് തന്നെ ആയിരിക്കണം, എയിലേത് തന്നെ ആയിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ് നമുക്കിനിയും പറയാനുള്ളത്. പ്രധാനമായും 4 ടൈപ്പിലുള്ള റിലേഷൻസിനെ കുറിച്ചാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയുന്നത്. റിഫ്ലക്സീവ്, സിമട്രിക്ക്, ട്രാൻസിറ്റീവ്, ഇക്വലൻസ്. ഈ ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ റിഫ്ലക്സീവും സിമട്രിക്കും ട്രാൻസിറ്റീവും കൂടെ ചേർന്നതാണ് നമ്മുടെ ഇക്വലൻസ് എന്നുള്ള റിലേഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമേ പറയേണ്ടത് റിഫ്ലക്സീവും സിമട്രിക്കും ട്രാൻസിറ്റീവും എന്താണെന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയാം. ഈ റിഫ്ലക്സീവ് പറയുമ്പോൾ നമുക്കൊരു സെറ്റ് തന്നിരിക്കും. ആ സെറ്റ് നമ്മൾ ആദ്യമേ നോക്കണം. ഉദാഹരണത്തിന് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 ആണെന്നിരിക്കട്ടെ. ആർ ഫ്രം എ ടു എ ആണ്. അതിൻ്റെ അർത്ഥം അറിയാമല്ലോ, നമ്മുടെ റിലേഷനിലെ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും എയിലേതായിരിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ റിഫ്ലക്സീവ് പ്രോപ്പർട്ടി പറയുന്നത് 1 എന്നുള്ള എലമെന്റ് എയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 1 എന്നുള്ള എലമെന്റ് ഉറപ്പായിട്ട് നമ്മുടെ റിലേഷനിൽ കണ്ടിരിക്കണമെന്നാണ് റിഫ്ലക്സീവ് പ്രോപ്പർട്ടി പറയുന്നത്. 1ന് മാത്രം ബാധകമല്ല, ആ സെറ്റിൽ ഏതൊക്കെ എലമെന്റ് ഉണ്ടോ ആ എലമെന്റിന്റെ എല്ലാം ഡബ്ലറ്റ്സ് കാണണം. ഉദാഹരണത്തിന് ഇവിടെ 2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും 2 2 എന്നുള്ള എലമെന്റ് നമ്മുടെ റിലേഷനിൽ കാണണം. ഇവിടെ 3 ഉണ്ട് നമ്മുടെ സെറ്റിൽ. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും 3 3 എന്നുള്ള എലമെന്റ് നമ്മുടെ റിലേഷനിൽ കാണണം. ഇതാണ് റിഫ്ലക്സീവ് പ്രോപ്പർട്ടി നമ്മളോട് പറയുന്നത്. നമ്മളൊരു ഇക്വേഷൻസ് അല്ലെങ്കിൽ ഒരു തിയററ്റിക്കലി പറയുവാണെങ്കിൽ ഫോർ ഓൾ എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ, അതായത് എ എന്നുള്ള സെറ്റിലെ ഒരു എലമെന്റ് ആണ് സ്മോൾ ലെറ്റർ എ എന്നിരിക്കട്ടെ.
അങ്ങനെയാണെങ്കിൽ എ എ എന്നുള്ള എലമെന്റ് നമ്മുടെ റിലേഷനിൽ കാണണമെന്നാണ് റിഫ്ലക്സീവ് പ്രോപ്പർട്ടി പറയുന്നത്. സിമെട്രിക് പ്രോപ്പർട്ടിയുടെ കാര്യം കുറച്ചുകൂടി എളുപ്പമാണ്. ഇപ്പം 1 2 എന്നുള്ള എലമെന്റ് നമ്മുടെ റിലേഷനിൽ ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും 2 1 ഈ 1 2 തിരിച്ചിടുന്നത് 2 1 എന്നുള്ള എലമെന്റും നമ്മുടെ റിലേഷനിൽ കാണണമെന്നാണ് സിമെട്രിക് പ്രോപ്പർട്ടി പറയുന്നത്. അതായത് നമ്മുടെ റിലേഷൻ ഇങ്ങനെ ഇരിക്കണം. റിലേഷനിനകത്ത് 1 2 കാണണം, അതേപോലെ തന്നെ 2 1 കാണണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ? അതൊരു സിമെട്രിക് റിലേഷൻ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ തിയറി പറയുന്നത് ഇങ്ങനെയാണ്: ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു ആർ. അതായത് നമ്മുടെ റിലേഷനിൽ എ ബി എന്നുള്ള എലമെന്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആര് കാണണമെന്നാണ് പറയുന്നത്? ബി എയും തീർച്ചയായിട്ടും നമ്മുടെ റിലേഷനിൽ കാണണമെന്നാണ് സിമെട്രിക് പ്രോപ്പർട്ടി പറയുന്നത്. ഈ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. 2 രീതിയിൽ നമുക്ക് എലമെന്റ്സ് ട്രാൻസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റും. അതിൽ ഒന്നാമത്തേത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ റിലേഷനിൽ 1 2 2 4 ഉണ്ടെന്നിരിക്കട്ടെ നമ്മുടെ റിലേഷനിൽ. അപ്പം ഈ 1 2 2 4 പ്രത്യേകതയുണ്ട്. കണ്ടില്ലേ, ഇവിടെ 2 അവസാനിക്കുന്നത്, രണ്ടാമത്തെ ഓർഡർ പെയർ തുടങ്ങുന്ന 2 അങ്ങനെ ഇങ്ങനെ ഒരു ചെയിൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലിങ്ക്, ഇതിന് ലിങ്ക് എന്നും ചെയിൻ എന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പെയർ നമുക്ക് എടുക്കാൻ പറ്റണം. 1 2 ആണെങ്കിൽ അടുത്തത് 2 4 തുടങ്ങണം. അപ്പോൾ 1 2 2 4 നമ്മുടെ റിലേഷനിൽ ഉണ്ടെന്നിരിക്കട്ടെ. ഉറപ്പായിട്ടും ആര് കാണണം? 1 4 നമ്മുടെ റിലേഷനിൽ കാണണമെന്നാണ് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത്. അതായത് നമ്മുടെ റിലേഷൻ ഇങ്ങനെ ആയിരിക്കണം. 1 2 ഉണ്ട്, 2 4 ഉണ്ട്, ഉറപ്പായിട്ടും ആര് കാണണം? 1 4 നമ്മുടെ റിലേഷനിൽ കാണണം. കണ്ടില്ലേ, 1 4 നമ്മുടെ റിലേഷനിൽ കാണണം. ഇതാണ് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത്. ഇത് നമ്മൾ തിയറി പറയുമ്പോൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫോർ ഓൾ എ ബി ബി സി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് ആരും കാണണം? എ സി ഓൾസോ ബിലോങ്സ് ടു ആർ എന്നാണ് നമ്മുടെ തിയറി പറയുന്നത്. വേറൊരു രീതിയിലും നമുക്ക് ഈ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി പറയാം. അതായത് ഞാൻ ഇവിടെ പറഞ്ഞില്ലേ 1 2 തീരുന്നതെങ്കിൽ 2 4 തുടങ്ങണമെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ വരുന്ന കേസുകൾ ട്രാൻസിറ്റീവ്, അങ്ങനെയാണെങ്കിൽ 1 4 കാണണം. ഈ കേസ് ട്രാൻസിറ്റീവ് ആണെന്ന് പറഞ്ഞു. ഇതല്ലാതെ ഒരു കേസ് കൂടിയുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2-3 ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അതായത് ഇൻ കേസ് നമ്മുടെ റിലേഷനിൽ ഇങ്ങനൊരു ഈ 2 തുടങ്ങി ഈ 2 തീർന്ന് ഇങ്ങനെ വേറൊരു സെറ്റ് 2 തുടങ്ങുന്ന ഒരു ഓർഡർ പെയർ 2 തീർന്ന് വേറൊരെണ്ണം 2 തുടങ്ങി ഇങ്ങനെ 2 2 ഇങ്ങനെ നമ്മൾ എടുത്ത പോലെ, അല്ലെങ്കിൽ ഇവിടെ ബി കണ്ടോ, ഇവിടെ രണ്ടിടത്തും ബി ഉണ്ട്, അങ്ങനെ എടുത്ത പോലെ ഒരു ലിങ്ക് നമുക്ക് എടുക്കാനില്ലെന്നിരിക്കട്ടെ. ഉദാഹരണത്തിന് 1 2 ഉണ്ട്, സപ്പോസ് 4 6 ഉണ്ട്. നോക്കിക്കേ, 1 2 തീരുന്നത് 2 പക്ഷെ 2 തുടങ്ങുന്ന ഒരു എലമെന്റ് ഒരു ഓർഡർ പെയർ ഇവിടെ ഇല്ല. അതേപോലെ തന്നെ ഇത് 6 തീരുന്നത്, പക്ഷെ 6 തുടങ്ങുന്ന ഒരു ഓർഡർ പെയർ ഇവിടെ ഇല്ല. അതായത് തൊട്ടു മുകളിലെ കേസ് പോലെ നമുക്കൊരു ലിങ്ക് എടുക്കാൻ പറ്റുന്നില്ല. കണ്ടോ, ബി ബി അങ്ങനെ ലിങ്ക് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വരുന്ന കേസും ഇതെന്തായിരിക്കും എന്നാണ് പറഞ്ഞത്? ട്രാൻസിറ്റീവ് ആയിരിക്കും. അത് നമ്മൾ ഓർത്തിരുന്നോണം. കേട്ടല്ലോ, 2 കേസുകളുണ്ട്. ഇങ്ങനെ കണക്ഷൻസ് എടുക്കാൻ പറ്റി. 1 4 കണ്ടോ, 1 2 2 4 ഉണ്ട്. 1 4 ഉണ്ടെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആയിരിക്കും. നമ്മുടെ റിലേഷൻസിൽ അങ്ങനെ കണക്ഷൻസ് എടുക്കാൻ ഒന്നും ഇല്ലെങ്കിൽ, ഒരു ലിങ്ക് എടുക്കാൻ ഒന്നും ഇല്ലെങ്കിൽ പോലും അത് ട്രാൻസിറ്റീവ് ആയിരിക്കും. ഏതായാലും ഇതിന്റെ തിയറി പാർട്സ് നമ്മൾ ഓർത്തോണം. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ തിയറി പാർട്സ്. ഈ തിയറി പാർട്സ് നമ്മളൊന്ന് ഓർത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, എക്സാമിന് ഇപ്പം ഒരു കാര്യം ഇപ്പം റിഫ്ലക്സീവ് ആണെന്ന് തെളിയിക്കുകയാണെന്നിരിക്കട്ടെ, നമ്മൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതിയിട്ട് ഈ തിയറി പാർട്ട് എഴുതണം. ഇതേപോലെ തന്നെ സിമെട്രിക് ആണെങ്കിലും ട്രാൻസിറ്റീവ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിലും ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതി ഈ ഒരു ഫോർമുലയുടെ പാർട്ട് നമ്മുടെ ആൻസറിൽ ഇതേപോലെ തന്നെ അങ്ങ് എഴുതി വെച്ചാൽ മാത്രം മതി. പക്ഷെ ഏതെങ്കിലും ഒരു കാര്യം തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്കിങ്ങനെ തെറ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സാമ്പിൾ മാത്രം എഴുതിയാൽ മതിയായിരിക്കും. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ നമ്മൾ തൽക്കാലം ആലോചിക്കാതെ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മാത്രം മതി. നമ്മളെ കണക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. ഇനിയും ഇക്വലൻസ് റിലേഷൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. എന്തായിരുന്നു ഇക്വലൻസ് റിലേഷൻ എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു റിലേഷൻ ഒരേ സമയം റിഫ്ലക്സീവും സിമെട്രിക്കും
അതേപോലെ തന്നെ ട്രാൻസിറ്റീവുമാണെങ്കിൽ. മനസ്സിലായോ? ഒരു റിലേഷൻ ഒരേ സമയം റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവുമാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ റിലേഷൻ ഒരു ഇക്വിവലൻസ് റിലേഷൻ ആണെന്ന് പറയാൻ പറ്റും. ഒരു എക്സാമ്പിൾ എടുക്കുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാകും. നമുക്ക് ഇവിടെ ഒരു സെറ്റ് ഉണ്ട്. സെറ്റ് A = 1 2 3. R നമ്മുടെ റിലേഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രം A to A ആണ് R. അപ്പം നമുക്ക് ഒന്നാമത് ചെക്ക് ചെയ്യേണ്ടത് റിഫ്ലക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞു റിഫ്ലക്സീവിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു. 1 ഉണ്ടെങ്കിൽ 1 1 കാണണം, 2 ഉണ്ടെങ്കിൽ 2 2 കാണണം, 3 ഉണ്ടെങ്കിൽ റിലേഷനിൽ 3 3 കാണണം. ഉണ്ടോ? കണ്ടോ? ഇവിടെ 1 ഉണ്ട്, 1 1 ഉണ്ട്, 2 ഉണ്ട്, 2 2 ഉണ്ട്, 3 ഉണ്ട് നമ്മുടെ സെറ്റിൽ, 3 3 നമ്മുടെ റിലേഷനിലുണ്ട്. അപ്പോൾ 1 1ഉം 2 2ഉം 3 3ഉം ഉണ്ടല്ലോ. ഇതെന്തായിരിക്കും? റിഫ്ലക്സീവ് ആയിരിക്കും. സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. നോക്കിക്കേ, 1 2 ഉണ്ട്, അത് തിരിച്ചിട്ടാൽ എന്ത് കിട്ടും? 2 1. സിമെട്രിക് ആണല്ലോ. ഇപ്പോൾ സിമെട്രിക് ആണെന്ന് വേറെ. ഇപ്പോൾ 1 1 തിരിച്ചിട്ടാലും 1 1 തന്നെയാണ് കിട്ടുന്നത്. അതേപോലെ 2 2 തിരിച്ചിട്ടാലും 3 3 തിരിച്ചിട്ടാലും ഇത് തന്നെയാണ് കിട്ടുന്നത്. ഇപ്പോൾ 1 2 ഉണ്ട്, 2 1 ഉണ്ട്. ബാക്കി ഏത് എലമെന്റ് തിരിച്ചിട്ടാലും നമ്മുടെ ഈ റിലേഷനിൽ ഉള്ളത് കൊണ്ടാണ് നമുക്കത് സിമെട്രിക് ആയെന്നുള്ളത് പ്രത്യേകം ഓർത്തോണം. ട്രാൻസിറ്റീവ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. ലിങ്ക് എടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഇവിടെ 1 2 ഉണ്ട്, 2 1 ഉണ്ട്, 1 2 ഉണ്ട്, 2 1 ഉണ്ട്. 1 2 2 1 ഉണ്ടെങ്കിൽ എന്ത് കാണണമെന്നാ പറഞ്ഞേ? 1 1 കാണണമെന്നാ പറഞ്ഞത്. 1 1 ഉണ്ടോ? 1 1 ഉണ്ടല്ലോ നമ്മുടെ റിലേഷനിൽ. കണ്ടില്ലേ? 1 1 ഉണ്ട്. അപ്പം 1 2 2 1 ഉണ്ട്, 1 1 ഉണ്ട്. അപ്പം ഇത് ഏത് സാറ്റിസ്ഫൈ ചെയ്യുന്നു? ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഇത് ഒരേ സമയം റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവുമായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇതൊരു ഇക്വലൻസ് റിലേഷൻ ആണെന്നുള്ളത്. ഇത്രയുമാണ് ഇതിൻ്റെ തിയറി. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുന്നത്. ഇതൊരു ലെങ്തി എക്സസൈസ് ആണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഞാൻ ചെയ്തു തരുന്നതാണ്. ചില ക്വസ്റ്റ്യൻസ് ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. വളരെ ലളിതമായിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള പ്രധാനങ്ങളായ ചില ക്വസ്റ്റ്യൻസ് ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ കവർ ചെയ്യും. എന്നാൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയോ വാട്സാപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾക്കത് ചെയ്തു തരുന്നതാണ്. എക്സസൈസ് 1.1 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്. A = സെറ്റ് 1 2 etc 14. അതായത് 1 മുതൽ 14 വരെയുള്ള നമ്പേഴ്സ് എയിൽ തന്നിട്ടുണ്ട്. R ഒരു റിലേഷൻ തന്നിട്ടുണ്ട് xy such that 3x - y = 0. ഒരു കാര്യം അവർ ആ ക്വസ്റ്റ്യൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. R is in the set A. ഞാൻ ഇതിൻ്റെ അർത്ഥം നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ AR ഫ്രം A to A എന്നുള്ളതാണ്. അതായത് നമ്മുടെ റിലേഷനിൽ, ഈ റിലേഷന് നമ്മൾ പറയുന്ന പേരാണ് സെറ്റ് ബിൽഡർ ഫോം. അവരങ്ങനെയാണ് ഇത് തന്നിരിക്കുന്നത്. നമ്മുടെ ഈ റിലേഷൻ നമ്മൾ ഇവിടുന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുത്തെഴുതണം. ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നമുക്കങ്ങനെ ഒരു റിലേഷനെ നമുക്കങ്ങനെ സെപ്പറേറ്റ് എടുത്തെഴുതാൻ പറ്റുമോ നോക്കണം. അങ്ങനെ പറ്റുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ തന്നെ റിലേഷൻ നമ്മൾ എടുത്തെഴുതണം. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുകയാണ് ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും എവിടുത്തേതായിരിക്കണമെന്ന്? എയിലേതായിരിക്കണമെന്ന്. അപ്പോൾ നമുക്ക് ഈ റിലേഷൻ ഒന്ന് എടുത്തെഴുതാം. R = സെറ്റ്. നോക്കിയാട്ടെ, ഇവർ പറഞ്ഞിരിക്കുന്നത് 3x - y = 0 എന്നാണ്. 3x - y = 0. ഈ -y ഇപ്പുറത്തുണ്ടെന്ന് നമുക്ക് എന്ത് കിട്ടും? 3x = y കിട്ടും. ഇവിടെ നോക്കിക്കേ, എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് എലമെൻ്റ് ആണ്. അപ്പോൾ ഈ എക്സിന് നമ്മളൊന്ന് 1 കൊടുത്ത് നോക്കിക്കേ. അപ്പോൾ ഒന്നാമത്തെ എക്സ് ആണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ എലമെൻ്റ്. അപ്പോൾ ഒന്നാമത്തെ എലമെൻ്റ്, ഫസ്റ്റ് എലമെൻ്റ് നമ്മൾ 1 കൊടുക്കുന്നു. എക്സിന് പകരം നമ്മൾ 1 കൊടുക്കുന്നു. അപ്പോൾ y എത്ര കിട്ടുന്നത്? എക്സിന് പകരം 1 കൊടുത്തേ. y = 3 × 1, ദാറ്റ് ഈസ് 3. ഇനി എക്സിന് പകരം 2 കൊടുക്കുന്നു. y = 3 × 2, ദാറ്റ് ഈസ് 6. എക്സിന് പകരം അടുത്ത ഏതായിരിക്കും? 3 കൊടുക്കുന്നു. y = 9. എക്സിന് പകരം 4 കൊടുക്കുന്നു. y = 4 × 3 12. ഇനി എക്സിന് പകരം 5 ഒന്ന് കൊടുത്തു നോക്കിക്കേ. y എത്ര ആയിരിക്കും? 5 × 3 15. ഇത് നമ്മുടെ റിലേഷനിൽ വരുമോ? നമ്മുടെ റിലേഷനിൽ ഏതൊക്കെ ഉള്ളൂ? ഞാൻ പറഞ്ഞു R ഫ്രം A to A ആണ്. അതായത് ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും എവിടുത്തേതായിരിക്കണം? എയിലേതായിരിക്കണം. നോക്കിക്ക്, എക്സിന് പകരം 5 കൊടുക്കുകയാണെങ്കിൽ സെക്കൻഡ് എലമെൻറ്റ് 15 അല്ലേ? അത് നമ്മുടെ സെറ്റിലുണ്ടോ? നമ്മുടെ സെറ്റിലില്ല. നമ്മുടെ റിലേഷൻ പ്രകാരം ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും നമ്മുടെ സെറ്റിൽ വേണമെന്ന് നിർബന്ധമാണ്. അതിവിടെ ഇല്ല.
അതുകൊണ്ട് തന്നെ നമ്മുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, 1 3 2 6 3 9 4 12. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് റിഫ്ലക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. റിഫ്ലക്സീവ് ആണോ? എന്തായിരുന്നു റിഫ്ലക്സീവിന്റെ കണ്ടീഷൻ? 1 എന്നുള്ള എലമെന്റ് ഉണ്ടെങ്കിൽ 1 1 എന്നുള്ള എലമെന്റ് നമ്മുടെ റിലേഷനിൽ കാണണമെന്നുള്ളതായിരുന്നു കണ്ടീഷൻ. അതാണോ? അല്ലല്ലോ. അപ്പം നമുക്ക് എഴുതാം. ഞാൻ പറഞ്ഞു തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ ഒരു തെറ്റായിട്ടുള്ള ഒരു എക്സാമ്പിൾ മാത്രം കാണിച്ചാൽ മതി. ഹിയർ 1 belongs to A, ബട്ട് എന്തില്ല? 1 1 not belongs to R. 1 1 നമ്മുടെ റിലേഷനിലില്ല. Therefore R is not reflexive. സിമെട്രിക് ആണോ? 1 3 നമ്മുടെ റിലേഷനിലുണ്ട്, പക്ഷെ 3 1 ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇത് എന്തല്ല? സിമെട്രിക് അല്ല. അതുകൊണ്ട് എഴുതാം 1 3 belongs to R, ബട്ട് എന്തില്ല? 3 1 not belongs to R. Therefore R is not symmetric. ട്രാൻസിറ്റീവ് ആണോ? ചെക്ക് ചെയ്യാം. 1 3 ഉണ്ടല്ലോ നമ്മുടെ റിലേഷനിൽ. പിന്നെ ഏതുണ്ട് നമ്മുടെ റിലേഷനിൽ? 3 9 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ആര് കാണേണ്ടതാണ്? 1 9 കാണേണ്ടതാണ്. 1 9 ഉണ്ടോ നമ്മുടെ റിലേഷനിൽ? ഇല്ലല്ലോ. സോ 1 3 3 9 belongs to R, ബട്ട് ആരില്ല? 1 9 not belongs to R. അതിന്റെ അർത്ഥം എന്താണ്? Therefore R is എന്താണ്? Not transitive. അപ്പോൾ R എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ റിഫ്ലക്സീവുമല്ല, സിമെട്രിക്കുമല്ല, ട്രാൻസിറ്റീവുമല്ല. അപ്പം നമുക്കൊന്ന് എഴുതാം. Therefore R is neither reflexive nor symmetric nor transitive. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെറ്റ് ഉണ്ട്. സെറ്റ് n എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സെറ്റ് n ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. n എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു റിലേഷൻ തന്നിട്ടുണ്ട്, എക്സ് വൈ സച്ച് ദാറ്റ് ഇങ്ങനെ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടി അവർ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ആർ ഈസ് ഇൻ എൻ എന്ന. അതായത് അതിൻ്റെ അർത്ഥം എന്തുവാ? ആർ ഫ്രം എൻ ടു എൻ. അതായത് ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും എവിടുത്തേതായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ നാച്ചുറൽ നമ്പർ. അതായത് ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് നമ്പറും എൻ ആയിരിക്കണമെന്ന്. എന്ന് വെച്ചാൽ ഫസ്റ്റ് എലമെന്റ് സെക്കൻഡ് എലമെന്റ് എന്തായിരിക്കണം? നാച്ചുറൽ നമ്പർ ആയിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റിലേഷൻ ഒന്ന് എഴുതാം. ക്വസ്റ്റ്യനിൽ അവരിങ്ങനെ റിലേഷൻ സെറ്റ് ബിൽഡർ ഫോമായിട്ട് തന്നേക്കുന്നത്, ഇങ്ങനെ റൂൾ മെത്തേഡായിട്ട് തന്നേക്കുന്നത്. നമുക്കതിനെ ജസ്റ്റ് സെറ്റിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ഓക്കെ, എക്സിൻ്റെ വാല്യൂ കണ്ടില്ല, എക്സ് ആണല്ലോ ഫസ്റ്റ് എലമെന്റ്. എക്സിൻ്റെ വാല്യൂ എവിടാ തുടങ്ങുന്നത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുവാണ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ അല്ലേ? നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് സെറ്റിലെ എലമെന്റ്സ് എല്ലാം. നാച്ചുറൽ നമ്പർ എവിടാ തുടങ്ങുന്നത്? 1 തുടങ്ങുന്നത്. 1 തൊട്ട് 1 2 3 4 എക്സെട്ര എല്ലാം നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്, എക്സ് ലെസ് ദാൻ 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്തുവാ? എക്സിന്റെ വാല്യൂ 4 ആകാൻ പറ്റുമോ? ഇല്ല, 4 താഴെ ആയിരിക്കണം. എക്സ് ലെസ് ദാൻ 4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 4 താഴെ ആയിരിക്കണം. 4 താഴെ എന്ന് പറഞ്ഞാൽ എത്രയാണത്? 3 ആണ്. അപ്പോൾ എക്സ് 1 തുടങ്ങി അടുത്ത നമ്പർ ഏതാണ്? 2 കഴിഞ്ഞ് എക്സിന് ആകെ എത്ര വാല്യൂസ് എടുക്കാൻ പറ്റുള്ളൂ? 3 വാല്യൂസേ എടുക്കാൻ പറ്റുള്ളൂ. ശരി, എക്സിന് ആദ്യം നമുക്കിതിലെ ഫസ്റ്റ് വാല്യൂ ആയ 1 കൊടുക്കാം. 1. വൈ എത്ര ആയിരിക്കും? വൈ കണ്ടില്ലേ, സെക്കൻഡ് എലമെന്റാ. വൈ എത്ര ആയിരിക്കും? 1 + 5. എത്ര? 1 + 5 6. എക്സിന് 2 കൊടുക്കാമല്ലോ. 2. 2 + 5 എത്രയാണത്? 7. എക്സിന് 3 കൊടുക്കാമല്ലോ. 3. 3 + 5 എത്രയാണത്? 8. ഇതാണ് നമ്മുടെ റിലേഷൻ. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ചെക്ക് ചെയ്യണം. എന്താ റിഫ്ലക്സീവ് പറഞ്ഞേ? 1 എന്നുള്ള എലമെന്റ് നമ്മുടെ സെറ്റിലുണ്ട്. 1 ഒരു നാച്ചുറൽ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിലേഷനിൽ ആര് കാണണമെന്നാ പറഞ്ഞ റൂൾ പ്രകാരം? 1 1 എന്നുള്ള എലമെന്റ് നമ്മുടെ റിലേഷനിൽ കാണണം. ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. ഹിയർ 1 belongs to n, ബട്ട് എന്തില്ല? 1 1 not belongs to R. Therefore R is not
റിഫ്ലെക്സീവ്. ഇത് നമ്മൾ ഇത്ര എഴുതിയാൽ മതി, ആൻസർ ആകും. സിമെട്രിക് ആണോ? 1-6 ഉണ്ട്, പക്ഷെ ആരില്ല? 6-1 ഇല്ല. ഇതേപോലെ 2-7ഉം 7-2ഉം ഇല്ല. 2-7 ഉണ്ട്, 7-2 ഇല്ല. 3-8 ഉണ്ട്, 8-3 ഇല്ല. പക്ഷേ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ എക്സാമ്പിളായിട്ട് കാണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഹിയർ 1-6 belongs to R, but ആരില്ല? 6-1 not belongs to R. Therefore, R is not symmetric. ട്രാൻസിറ്റീവ് ആണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാൻ ട്രാൻസിറ്റീവിന് 2 റൂൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു തുടക്കത്തിൽ. എന്താണ് ഈ 2 റൂൾ? നമുക്ക് 1-6 ഉണ്ടെങ്കിൽ അല്ലേ, ഇപ്പം 1-4 ആണെങ്കിൽ അടുത്ത നമ്മൾ ഈ 4ഉമായിട്ട് ലിങ്ക് ചെയ്ത് 4-8 എന്നുള്ളൊരു എലമെന്റ് നമുക്ക് എടുക്കാൻ പറ്റുമോ നോക്കണം. അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. 1-4 ഉണ്ട്, 4-8 എന്നുള്ള എലമെന്റ് എടുക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ പറ്റുന്നുണ്ടോ ഈ ഒരു കേസിൽ? അങ്ങനെ പറ്റുന്നില്ല. 1-6 ഉണ്ട്, 6ൽ തുടങ്ങുന്ന ഒരു എലമെന്റും ഇല്ല. 2-7 ഉണ്ട്, 7ൽ തുടങ്ങുന്ന ഒരു ഓർഡേഡ് പെയറും ഇല്ല. 3-8 ഉണ്ട്, 8ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓർഡേഡ് പെയറും ഇല്ല. അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ ഒരു ലിങ്ക് അല്ലെങ്കിൽ ഒരു കണക്ഷൻ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വരുന്ന കേസിലും ഇതെന്തായിരിക്കുമെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ട്രാൻസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അതൊന്ന് എഴുതി പിടിപ്പിക്കണം. ഹിയർ അല്ലെങ്കിൽ there ഈസ് നോ പെയർ അല്ലെങ്കിൽ ലിങ്ക് ബിറ്റ്വീൻ 2 എലമെന്റ്സ്. മനസ്സിലായല്ലോ? 2 എലമെന്റ്സ് തമ്മിൽ നമുക്കൊരു ലിങ്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ വരുന്ന കേസിലും R എന്തായിരിക്കും? Therefore R is transitive. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തുടക്കം ഒന്നുകൂടെ കണ്ടാൽ മതി. റിഫ്ലെക്സീവ് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി പറയുമ്പോൾ ഞാനത് ഒരു എക്സാമ്പിൾ സഹിതം പറഞ്ഞിട്ടുണ്ട്. സോ there is no pair or link between 2 elements, therefore R is transitive. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? R റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, പക്ഷേ ട്രാൻസിറ്റീവ് ആണ്. Therefore R is റിഫ്ലെക്സീവ് അല്ലല്ലോ, neither റിഫ്ലെക്സീവ്, സിമെട്രിക് അല്ലല്ലോ, നോർ സിമെട്രിക്, ബട്ട് ട്രാൻസിറ്റീവ്. കേട്ടല്ലോ? ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ. 3 കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം. R is in A എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫസ്റ്റ് എലിമെന്റും സെക്കൻഡ് എലിമെന്റും എ എന്നുള്ള സെറ്റിലേതായിരിക്കണം. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് റിലേഷനെ പറ്റി. റിലേഷൻ R is equal to XY such that Y is divisible by X. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ Y is divisible by X എന്നുള്ള ഐഡിയയെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറയാം. ഇപ്പം ഒരു എലമെന്റ് എഴുതാം. 1 2. ഇവിടെ ഏതാണ് നമ്മുടെ X? ഇതാണ് X, ഇതാണ് Y. ഇവരെന്തുവാ പറഞ്ഞിരിക്കുന്നത്? Y is divisible by X എന്ന്. എന്താണ് അതിന്റെ അർത്ഥം? Y is divisible by X. അപ്പോൾ ഇവിടെ എങ്ങനെ പറയാം? 2 is divisible by 1 ആണോ? അങ്ങനെയല്ലേ പറയാൻ പറ്റുന്നത്? XY ആണ്, Y is divisible by X എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എങ്ങനെ പറയാൻ പറ്റും? 2 is divisible by 1 ആണോ? 2വിനെ 1 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റുമല്ലോ. 2/1 is, so Y is divisible by X ആണ്. ദാറ്റ് ഈസ് 1 2 എന്നുള്ളത് നമ്മുടെ റിലേഷനിൽ വരും അല്ലേ? ഓക്കെ, 1 2 നമ്മുടെ റിലേഷനിൽ വരും. 2 1 വരുമോ? ഇതാണ് X, ഇതാണ് Y. 2 1 വരുമോ? Y is divisible by X എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെയാണ്. 1 is divisible by 2 ആണോ? 1/2 എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ നമ്പർ ആണോ? അല്ലല്ലോ. അപ്പം ഡിവിസിബിൾ ആണോ? അല്ലല്ലോ. അപ്പം 1 2 വരും, പക്ഷെ ആര് വരില്ല? 2 1 വരില്ല. ഒരു കാര്യം കൂടി, 1 1 വരുമോ? 1 1 എന്നുള്ള എലമെന്റ് വരുമോ? വരുമല്ലോ. അല്ലെങ്കിൽ 2 2 എന്നുള്ള എലമെന്റ് വരുമോ? പറ്റുമല്ലോ. 2 ഡിവൈഡ് ബൈ 2 എത്ര? 2 ഡിവൈഡ് ബൈ 2 1 ആണ്. അപ്പോൾ 2 2 അല്ലെങ്കിൽ 3 3 അല്ലെങ്കിൽ 1 1 എന്നുള്ള എലമെന്റ് വരും. 1 2 വരും, പക്ഷേ 2 1 വരില്ല. ഇപ്പൊ 2 1 മാത്രമല്ല, ഇപ്പൊ 2 3 എന്നുള്ള എലമെന്റ് വരില്ല. കാരണം 3നെ 2 കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. 3/2 പോസിബിൾ അല്ല. അപ്പം ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എക്സസൈസ്, ഈ ഒരു ക്വസ്റ്റ്യനിലെ റിലേഷൻ നമ്മൾ എഴുതാൻ പോകുന്നത്. റിലേഷൻ ഒന്ന് എഴുതാം. റിലേഷൻ ഈസ് ഈക്വൽ ടു സെറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു 1 1 പറ്റുമല്ലോ അല്ലെ? 1 ഈസ് ഡിവിസിബിൾ ബൈ 1 ആണ്. 1 2 പറ്റുമല്ലോ, 2 ഈസ് ഡിവിസിബിൾ ബൈ 1 ആണ്. 1 3 പറ്റും, കാരണം 3നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അവർ ക്വസ്റ്റ്യനിൽ റിലേഷൻ പറഞ്ഞിരിക്കുന്നത്. Y is divisible by X എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഇതേപോലെ തന്നെ 1 4 പറ്റും, 1 5 പറ്റും, 1 6 പറ്റും. ഇനി 2 1 നമുക്ക് എഴുതാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞു 2 1 1 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 2. അപ്പോൾ നമുക്ക് 2 1 നമുക്കിവിടെ എഴുതാൻ പറ്റത്തില്ല. സോ അടുത്തത് ഏതായിരിക്കും? 2 2 ഉണ്ട്. 2 3 ഉണ്ടോ? ഇല്ല. 2 4 2 6 3 1 ഉണ്ടോ? 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 3 2 ഉണ്ടോ? 2വിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇനി പിന്നെ ഉള്ളത് ഏതാണ്? 3 3 ഉണ്ട്. 3 6 ഉണ്ടല്ലേ? 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഏതൊക്കെ ഉണ്ട്? 4 1 എഴുതാൻ പറ്റത്തില്ല, 4 2 എഴുതാൻ പറ്റത്തില്ല, 4 3 പറ്റത്തില്ല, 4 4 പറ്റും അല്ലേ? 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പിന്നെ ഏത് പറ്റും? 5 5 പറ്റും. പിന്നെ നമുക്ക് ഏതും കൊണ്ട് എഴുതാം? 6 6 മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. വേറെ ഇപ്പോൾ 6 1 നമുക്കൊന്നും എഴുതാൻ പറ്റത്തില്ല, കാരണം 1നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്കുള്ളത് 6 6 മാത്രമേ ഉള്ളൂ. ഇതേപോലെ തന്നെ 6 2 6 3 6 4 ഒന്നും പറ്റത്തില്ല, കാരണം 4നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പറ്റുന്ന കാര്യങ്ങളെ മാത്രമേ നമുക്കിവിടെ എന്തായിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ? നമ്മുടെ റിലേഷനായിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. അതാണ് നമ്മുടെ റിലേഷൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടീസും ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ടൈപ്സും ചെക്ക് ചെയ്യാം. ഏതൊക്കെയായിരുന്നു? റിഫ്ലക്സീവ് ചെക്ക് ചെയ്യണം, പിന്നെ സിമെട്രിക് ചെക്ക് ചെയ്യണം, ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യണം. ശരി, റിഫ്ലക്സീവ് ആണോ നോക്കാം. നമ്മുടെ സെറ്റിൽ 1 ഉണ്ട്, റിലേഷനിൽ 1 1 ഉണ്ടല്ലോ. നമ്മുടെ സെറ്റിൽ 2 ഉണ്ട്, റിലേഷനിൽ 2 2 ഉണ്ട്. പിന്നെ 3 3 ഉണ്ട്, 4 4 ഉണ്ട്, 5 5 ഉണ്ട്, 6 6 ഉണ്ട്. അപ്പോൾ എല്ലാ എലമെന്റ്സും ഉണ്ടല്ലോ. നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. 1 1 ബിലോങ്സ് ടു R, അല്ലെങ്കിൽ 1 1 2 2 എക്സെട്ര എവിടം വരെ 6 6 എവിടെ ഉണ്ട്? ബിലോങ്സ് ടു R. റിഫ്ലക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ആ തിയറി പാർട്ട് കൂടി എഴുതി വെക്കണമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് എന്ത് പറയാം? ഫോർ ഓൾ എ ബിലോങ്സ് ടു സെറ്റ് ഏതായിരുന്നു? എ ഇംപ്ലൈസ് എ ബിലോങ്സ് ടു ആർ. Therefore R is reflexive. സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? നോക്കിക്കേ, 1 2 ഉണ്ട്, പക്ഷേ 2 1 ഉണ്ടോ? ഇല്ല. ഇതേപോലെ തന്നെ 1 5 ഉണ്ട്, പക്ഷേ 5 1 ഉണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു എലമെന്റ് സിമെട്രിക് അല്ലെങ്കിൽ ഈ റിലേഷൻ മൊത്തത്തിൽ സിമെട്രിക് അല്ലായിരിക്കും. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതി കാണിച്ചാൽ മതി. 1 2 ബിലോങ്സ് ടു ആർ, ബട്ട് ഏതില്ല? 2 1 നോട്ട് ബിലോങ്സ് ടു ആർ. Therefore R is not symmetric. ഞാൻ പറഞ്ഞു തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മളൊരു എക്സാമ്പിൾ എഴുതി കാണിച്ചാൽ മതി. ഇനി ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. നോക്കിക്കേ, 1 2 ഉണ്ട്, പിന്നെ വേറെ ഏതെങ്കിലും ഉണ്ടോ? വേറെ ഏതെങ്കിലും 2 6 ഉണ്ട് അല്ലേ? 1 2 2 6 എവിടെ ഉണ്ട്? നമ്മുടെ റിലേഷനിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആര് കാണണം? 1 6 നമ്മുടെ റിലേഷനിൽ കാണണം. ഉണ്ടോ? നോക്കിക്കേ, 1 6 ഉണ്ടല്ലോ. 1 6 ബിലോങ്സ് ടു ആർ. അപ്പൊ നമ്മൾ ശരിയാണെങ്കിൽ ആ തിയറി പാർട്ട് കൂടെ ഒന്ന് എഴുതണം. 4 എന്തൊക്കെയായിരുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. എ ബി ബി സി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് എന്തുകൊണ്ട്? എ സി ഓൾസോ ബിലോങ്സ് ടു ആർ അല്ലേ? Therefore ആർ എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. നോക്കിക്കേ, നമ്മുടെ റിലേഷൻ എന്താണ്? റിഫ്ലക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ എന്തല്ല? സിമെട്രിക് അല്ല. അതുകൂടി ഒന്ന് എഴുതി നമുക്ക് ഈ ആൻസർ കംപ്ലീറ്റ് ചെയ്യാം. Therefore R is reflexive and transitive, പക്ഷെ എന്തല്ല? but not symmetric. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. തൊട്ടു മുമ്പത്തെ ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും തമ്മിലൊരു പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, തൊട്ടുമുമ്പത്തെ കേസിലൊക്കെ ആ ഒരു സെറ്റ് എന്നുള്ളത് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുമായിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 അങ്ങനെയൊക്കെ കൃത്യമായിട്ട് പറയാമായിരുന്നു. ഇവിടെ അങ്ങനെ അവർ പറഞ്ഞിട്ടില്ല. ആർ ഈസ് ഇൻ ദ സെറ്റ് ഇസഡ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതേപോലെ തന്നെ റിലേഷനെ കുറിച്ചാണെങ്കിലും റിലേഷനെ കുറിച്ച് x-y ഒരു ഇൻറ്റിജർ ആയിരിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഏതെങ്കിലും രണ്ട് ഇൻറ്റിജർ കുറയ്ക്കുകയാണെങ്കിൽ ഏതെങ്കിലും രണ്ട് ഇൻറ്റിജേഴ്സ് എടുക്കുക, അത് തമ്മിൽ കുറയ്ക്കുകയാണെങ്കിൽ ആ കിട്ടുന്ന ആൻസറും ഒരു ഇൻറ്റിജർ ആയിരിക്കണം എന്നാണ്
ഈ റിലേഷന്റെ അർത്ഥം. സോ തൊട്ടു മുമ്പത്തെ കേസിലെ പോലെ ഒരു റിലേഷൻ നമുക്ക് അങ്ങ് എഴുതി പോകാൻ പറ്റത്തില്ല. കാരണം ഇൻഡിജേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ 0 to ഇൻഫിനിറ്റിയും 0 to -∞, 0, 1, 2, 0, 1, 2, 3 എക്സെട്ര അങ്ങനെ ഇൻഫിനിറ്റി വരെയും 0, -1, -2 എക്സെട്ര -∞ വരെയും ഇഷ്ടം പോലെ ഇൻഡിജേഴ്സ് ഉണ്ട്. അതിൽ ഏതൊക്കെ രണ്ട് ഇൻഡിജർ കുറച്ചാലും പിന്നെയും കിട്ടുന്ന ഒരു ഇൻഡിജർ ആയിരിക്കും. നമുക്കങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒരു റിലേഷൻ എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ റിഫ്ലക്സീവും സിമെട്രിക്കും ഒക്കെ ഒരു എക്സാമ്പിളൊക്കെ കാണിച്ച് 1-2 എക്സാമ്പിളൊക്കെ കാണിച്ച് നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കിക്കോണം. നമുക്ക് പ്രൂവ് ചെയ്യാൻ എന്തൊക്കെയുണ്ട്? റിഫ്ലക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം, പിന്നെ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം, പിന്നെ ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, റിഫ്ലക്സീവ് ആണെന്ന് ചെക്ക് ചെയ്യാം. ഇസഡ് ആണല്ലോ, ഏതെങ്കിലും ഒരു ഇൻഡിജർ എടുത്തേ. സപ്പോസ് 1 ബിലോങ്സ് ടു ഇസഡ് ആണല്ലോ. അങ്ങനാണെങ്കിൽ 1 എന്നുള്ള എലമെന്റ് നമ്മുടെ റിലേഷനിൽ കാണുമോ? നമ്മുടെ റിലേഷൻ എന്താ പറഞ്ഞേ? 1 വരണം, xy വരണമെങ്കിൽ x - y ഇൻഡിജർ ആയിരിക്കണം. അപ്പോൾ 1 വരണമെങ്കിൽ 1 - 1 ഇൻഡിജർ ആണോ? നമുക്ക് നോക്കാം. 1 - 1 എത്ര? 0 ഇൻഡിജർ ആണല്ലോ അല്ലേ? 0 ഒരു ഇൻഡിജർ ആണല്ലോ. സോ 1 ഇവിടെ കാണും, നമ്മുടെ റിലേഷനിൽ കാണും. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഫോർ ഓൾ a ബിലോങ്സ് ടു z. a ഒരു ഇൻഡിജർ ആണെന്നിരിക്കട്ടെ. a എന്നുള്ളത് ഇവിടെ കാണും, നമ്മുടെ റിലേഷനിൽ കാണും. അതിന്റെ റീസൺ എന്തുവാ? സിൻസ് a - a ഈസ് ഈക്വൽ ടു 0. ഈ 0 എന്താണ്? 0 ഈസ് ആൻ ഇൻഡിജർ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. 0 ഈസ് ആൻ ഇൻഡിജർ. Therefore ഏത് കേസ് എടുത്താലും ഇങ്ങനെയാണല്ലോ, R ഈസ് റിഫ്ലക്സീവ്. സിമെട്രിക് ആണോ? സപ്പോസ് ഒരു എക്സാമ്പിൾ എഴുതാം. 1, 2 ബിലോങ്സ് ടു R. അതിന്റെ അർത്ഥം എന്തുവാ? 1 - 2 ഈസ് ഈക്വൽ ടു -1 ഈസ് ആൻ ഇൻഡിജർ അല്ലേ? അങ്ങനെയാണെങ്കിൽ 2, 1 കാണുമോ? ഇംപ്ലൈസ് 2, 1 ബിലോങ്സ് ടു R. 2, 1 നമ്മുടെ റിലേഷനിൽ കാണുമോ? കാണുമല്ലോ. കാരണം 2 - 1 ചെയ്താൽ കിട്ടുന്നത് എന്താ? 1 അല്ലേ? അതും ഒരു എന്തായിരിക്കും? ഇൻഡിജർ ആയിരിക്കും അല്ലേ? സോ ഇതൊരു എക്സാമ്പിൾ എഴുതുക. ഇനി ആ തിയറി എഴുതുക. AB ബിലോങ്സ് ടു R അല്ലേ? ഇതിന്റെ അർത്ഥം എന്താണ്? A - B ഈസ് ആൻ ഇൻഡിജർ എന്നാണ് ഇതിന്റെ അർത്ഥം. A - B ഇൻഡിജർ ആണെങ്കിൽ B - A ഇൻഡിജർ ആയിരിക്കുമല്ലോ. 5 - 3 ഇൻഡിജർ ആണെങ്കിൽ 3 - 5 ഇൻഡിജർ ആയിരിക്കുമല്ലോ. 1 - 2 ഇൻഡിജർ ആണെങ്കിൽ 2 - 1 ഇൻഡിജർ ആയിരിക്കുമല്ലോ. സോ A - B ഇൻഡിജർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? B - A ഈസ് ആൻ ഇൻഡിജർ. B - A ഇൻഡിജർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? x - y ഇൻഡിജർ ആണെങ്കിൽ xy ബിലോങ്സ് ടു R ആണ്. അങ്ങനെയാണെങ്കിൽ B - A ഇൻഡിജർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? BA ബിലോങ്സ് ടു R അല്ലേ? സോ AB ബിലോങ്സ് ടു R ആണെങ്കിൽ BAയും എവിടെ ഉണ്ട്? നമ്മുടെ റിലേഷനിലുണ്ട്. Therefore R ഈസ് സിമെട്രിക്. ഒരു എക്സാമ്പിൾ എഴുതാം. ഇപ്പം 1, 2 ഒരു ഇൻഡിജർ ആണ്. 1, 2 ബിലോങ്സ് ടു R ആണ്. കാരണം 1 - 2 ചെയ്താൽ നമുക്കൊരു ഇൻഡിജർ കിട്ടും. 2, 4 ബിലോങ്സ് ടു R ആണ്. കാരണം 2 - 4 ചെയ്താലും നമുക്കൊരു ഇൻഡിജർ കിട്ടും. അതുകൊണ്ട് 2, 4 നമ്മുടെ സെറ്റിൽ കാണും. അപ്പം 1, 2, 2, 4 നമ്മുടെ റിലേഷനിലുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ 1, 4 നമ്മുടെ റിലേഷനിൽ കാണുമോ? കാണും. കാരണം 1 - 4 ചെയ്താലും നമുക്ക് എന്ത് തന്നെ കിട്ടും? ഒരു ഇൻഡിജർ തന്നെ കിട്ടും. സോ 1, 4 നമ്മുടെ റിലേഷനിൽ കാണും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ തിയറി ഒന്ന് എഴുതാം. ഇഫ് AB BC ബിലോങ്സ് ടു R. ഇതിന്റെ അർത്ഥം എന്തുവാ? ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ AB ബിലോങ്സ് ടു R ആണെങ്കിൽ നമുക്ക് പറയാം A - B and B - C are integers. അതായത് A - B ഇൻഡിജർ ആണ്, B - Cയും ഇൻഡിജർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? A - C ഈസ് ആൻ ഇൻഡിജർ. A - C ഇൻഡിജർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? x - y ഇൻഡിജർ ആണെങ്കിൽ xy എലമെന്റ് ഓഫ് R ആണല്ലോ. അപ്പോൾ A - C ഇൻഡിജർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? AC ഓൾസോ എലമെന്റ് ഓഫ് R അല്ല, അല്ലെങ്കിൽ AC ബിലോങ്സ് ടു R. സോ AB BC ബിലോങ്സ് ടു R ഇംപ്ലൈസ് AC ബിലോങ്സ് ടു R. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? R ഈസ് ട്രാൻസിറ്റീവ്. അപ്പൊ നമ്മുടെ റിലേഷൻ എന്താണ്? റിഫ്ലക്സീവ് ആണ്,
സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അപ്പം നമുക്ക് എഴുതാം therefore the relation R is reflexive, symmetric and transitive. ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. 1 മുതൽ 1ന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഒന്നാമത്തെ പാർട്ട് മുതൽ 4ാമത്തെ പാർട്ട് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ 5ാമത്തെ പാർട്ട് സത്യം പറഞ്ഞാൽ നമ്മളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി, വളരെ എളുപ്പമാണ്. അത് ഞാൻ ചെയ്യിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളത് ചോദിച്ചാൽ മതി. ബാക്കി പോർഷൻസിലെ ഇനിയുള്ള ക്വസ്റ്റ്യൻസിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ അടുത്ത വീഡിയോയിൽ ചെയ്തു തരാം.